മക്കളെ, എല്ലാവരും സെക്കൻഡ് ടേം എക്സാം അടുത്തത് കൊണ്ട് തന്നെ പഠനത്തിലായിരിക്കും എന്ന് കരുതുന്നു. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് ടേം എക്സാമിനെ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? അപ്പൊ നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആകെയുള്ള ആക്ടിവിറ്റി 5 എണ്ണമാണ്. 5 ആക്ടിവിറ്റിയാണ്. പാഞ്ചിക്ക 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. ഇതിൽ 6 ഗതിവിധി 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾ എഴുതേണ്ടത് 5 എണ്ണത്തിന് മാത്രമാണ്. ഓക്കെ, 6 ആക്ടിവിറ്റി എഴുതിയാലും പ്രശ്നമില്ല. കറക്റ്റ് ആയിട്ടാണെങ്കിൽ 5 എണ്ണം എഴുതിയാൽ മതി. എന്തെങ്കിലും സംശയം ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ തോന്നുന്നുണ്ടെങ്കിൽ 6 ആക്ടിവിറ്റിയും ചെയ്തു വെക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന കവിതാ ഭാഗം വായിച്ചതിന് ശേഷം താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, ഹവ ഹോ ഗയി ധൂൾ കെ നീച്ചെ. നമ്മൾ പഠിച്ചതാണല്ലേ ഈ കവിത. ഹവ ഓർ ധൂൾ എന്ന കവിത നമ്മൾ പഠിച്ചതല്ലേ. അതിലെ വരികളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. ഇതൊരു മോഡലാണ്. ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. കോൻ ധൂളുക്കോ ചെടുക്കെ ബാഗി. കോൻ പറഞ്ഞാൽ ആര്? കോൻ എന്താണ്? ആര്. കോൻ ആര്. കോൻ ധൂളുക്കോ ചെടുക്കെ ബാഗി. ആരാണ് പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയത്? ആരാണ്? കോൻ ധൂളുക്കോ ചെടുക്കെ ബാഗി. ആരാണ് പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയത്? എന്താണ് ആൻസർ വരുന്നത്? ഹവ അല്ലെ. ഹവയാണ്, കാറ്റാണ് പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയത്. അടുത്ത നോക്കാം. ഹവാക്കെ പീച്ചെ പീച്ചെ കോൻ ഉടി. കാറ്റിന് പിന്നാലെ ആരാണ് പറന്നത്? കോൻ. കോൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു. അതാണ് കോൻ ആര്. കോൻ ആര്. പീച്ചെ പിന്നാലെ, പീച്ചെ പീച്ചെ പിന്നാലെ. ഹവ പറഞ്ഞാൽ കാറ്റ്. ഹവാക്കെ പീച്ചെ പീച്ചെ, കാറ്റിന് പിന്നാലെ ആരാണ് ഓടിയത്? ആരാണ് ഓടിയത്? ധൂള് അല്ലെ. ധൂളാണ് കാറ്റിന് പിന്നാലെ ഓടിയത്, പൊടി. ഹവാക്കെ പീച്ചെ പീച്ചെ കോൻ ഉടി. കോൻ ധൂൾ കെ നീച്ചെ ഹോ ഗയി. ആരാണ് ധൂൾ കെ നീച്ചെ ഹോ ഗയി? ധൂളിന്റെ താഴെ, പൊടിക്ക് താഴെയായത് ആരായിരുന്നു? ഹവ. ഹവയാണ്, കാറ്റാണ് പൊടിയുടെ താഴെയായത്. മുകളിലായിട്ട് പൊടിയും പറക്കാൻ തുടങ്ങി, താഴെയായിട്ട് കാറ്റും. നമ്മൾ പഠിച്ചതാണല്ലേ. നീച്ചെ ദിയെ മലയാളം ശബ്ദോം കെ ബദലെ ഹിന്ദി ശബ്ദ കവിതാസെ ലിഖേ. താഴെ തന്നിരിക്കുന്ന മലയാളം വാക്കുകൾക്ക് പകരം ഹിന്ദി വാക്ക് കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാറ്റ് എന്നതിന് എന്താണ്? കവിതയിൽ നോക്കിയിട്ട് എഴുതണം. കാറ്റിന് എന്താണ്? ഹവ അല്ലെ. എന്താണ് കാറ്റിന് പറയുന്നത്? ഹവ. കാറ്റെന്താണ്? ഹവ. എന്താണ്? ഹവ. പൊടി, പൊടിക്ക് എന്താ പറയുന്നത്? ധൂൾ. എന്താണ്? ധൂൾ. പൊടിക്ക് എന്താ പറയുന്നത്? ധൂൾ. പൊടി ധൂൾ. അപ്പൊ നമ്മൾ അത്ര ആക്ടിവിറ്റി, ഫസ്റ്റിലെ ആക്ടിവിറ്റിയിലെ 4 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതെങ്ങനെയാണ് എഴുതിയത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിലുള്ള ആൻസറുകളാണ് എഴുതിയത്. ഒന്നാമത്തെ ആൻസർ ഹവ, 2 ധൂൾ, 3 ഹവ, 4 ഹവ, പിന്നെ ധൂൾ. നാലാമത്തത് മീനിങ് എഴുതാനല്ലേ, മലയാളം തന്നിട്ട് അതിന്റെ ഹിന്ദി പദം എഴുതാൻ. ഹവ, ധൂൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് സൂചന സഹി മിലാൻ കരെ. സഹി മിലാൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാം. ചേരുംപടി ചേർക്കാനാണ് ഇവിടെ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഫസ്റ്റ് പേട് കെ നീച്ചെ മോർ മഗ്ന ഹോ, റിം ജിം പീപി ഗീത് സുനാത്ത, കിതനാ സുന്ദർ.
പപ്പീഹ വർഷ ആയി ചായ ഹെ ബോൾ നാച്ച് ദിഖാത്ത. ആദ്യം നമ്മളിത് വായിച്ചു. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം അല്ലെ. പേടുക്കെ നീച്ച്. എന്താ പേടുക്കെ നീച്ച് പറഞ്ഞാല്? മരത്തിന് താഴെ. മോറ് മക്നുഹോ. മോറ്. മോർ പറഞ്ഞാല് മയില്. മയില് മുഴുകിയിട്ട്. റിംജിം രിഞ്ചിം. റിംജിം രിഞ്ചിം എന്ന ശബ്ദത്തോടെ. പീപ്പി ഗീത് സുനാത്ത. പീപ്പി ഗീത് ഗീതമാലം കേൾപ്പിച്ചു. പീപ്പി എന്ന ഗീതം കേൾപ്പിച്ചു. കിത്തനാ സുന്ദർ. എത്ര മനോഹരം. ഇനി ഇവിടെ നോക്കാം. പപ്പീഹ വർഷ ആയി ചായ ഹെ ബോൾ നാച്ച് ദിഖാത്ത. ഇനി ഇതിനെ നമുക്ക് ചേർത്ത് എഴുതാണ് വേണ്ടത്. പേടുക്കെ നീച്ചെ. മരത്തിന് താഴെ. ഓരോന്നും നിങ്ങൾ നോക്കണം. ഓരോന്നും ഇതിന് ചേരുന്നുണ്ടോ നോക്കുക. പേടുക്കെ നീച്ചെ പപ്പീഹ ചേരുന്നില്ല. പേടുക്കെ നീച്ചെ വർഷായി അങ്ങനെയല്ല വരുന്നത്. പേടുക്കെ നീച്ചെ ചായ ഹെ. എന്താ ചായ? തണല് അല്ലെ. മരത്തിന് താഴെ എന്തുണ്ട്? പേടുക്കെ നീച്ചെ ചായ. മരത്തിന് താഴെ തണലുണ്ട്. മോറ് മക്നുഹോ. മയില് മുഴുകിയിട്ട് മഗ്നനായിക്കൊണ്ട് മുഴുകിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? നാച്ച് ദിഖാത്ത. നൃത്തം ചെയ്യാണ് അല്ലെ. മോറ് മക്നുഹോ നാച്ച് ദിഖാത്ത നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഇത് നിങ്ങൾക്ക് വേഗം കിട്ടും. ഇതുപോലെയുള്ള നിങ്ങൾ പഠിച്ചത് മോറ് മക്നുഹോ നാച്ച് ദിഖാത്ത. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക? ആദ്യം കണ്ടെത്തുക. അതൊക്കെ ആദ്യം കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പിന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ. അല്ലാഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ അറിയാത്തത് വെച്ച് എഴുതി കഴിഞ്ഞാൽ ബാക്കി എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് അറിയുന്നത് നിങ്ങൾ ആദ്യം എഴുതുക. എങ്ങനെയാണ് അത് എഴുതേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങൾ പഠിച്ചത് ഇവിടെ വരുന്നത്, നിങ്ങൾ പഠിച്ച കാര്യം വരുന്നത് പഠിച്ച കാര്യം വരുന്നതാണ് പേടുക്കെ നീച്ചെ. അത് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല. മോറ് മക്നുഹോ പഠിച്ചിട്ടുണ്ട്. റിഞ്ചിൻ രിഞ്ചിൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. റിഞ്ചിൻ രിഞ്ചിൻ പഠിച്ചിട്ടുണ്ട്. പീപ്പി ഗീത സുനാത്ത പഠിച്ചിട്ടുണ്ട്. ഈ 3 നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങളെ പാഠബുക്കിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ് ഈ 3 അല്ലെ. ഒന്ന് ഓർത്ത് നോക്കി ഞങ്ങൾക്ക് കിട്ടും. അപ്പൊ മോറ് മക്നുഹോ നിങ്ങൾ ഇവിടെ അങ്ങനെ നോക്കുക. മോറ് മക്നുഹോ നാച്ച് ദിഖാത്ത അല്ലെ. മോറ് മക്നുഹോ നാച്ച് ദിഖാത്ത പഠിച്ചതാണ്. റിഞ്ചിം രിഞ്ചിം വർഷായി പഠിച്ചല്ലേ. റിഞ്ചിം രിഞ്ചിം വർഷായി പഠിച്ചതാണ്. പീപ്പി ഗീത സുനാത്ത. ആരാണ് പീപ്പി ഗീത സുനാത്ത? പപ്പീഹ പീപ്പി ഗീത സുനാത്ത. അതും നമ്മൾ പഠിച്ചതാണ്. പപ്പീഹ പീപ്പി ഗീത സുനാത്ത. അപ്പൊ നമുക്ക് 3 കിട്ടി. ഈ 3 നമ്മൾ പഠിച്ചതാണ്. ഇനി ഈ 2 നിങ്ങൾക്ക് കുറച്ച് പ്രയാസമായിട്ട് തോന്നണത്. 2 പേടുക്കെ നീച്ചെ എന്നും കിത്തനാ സുന്ദർ. അപ്പൊ അതിന് രണ്ടും ചെയ്യാനുള്ള 2 ആൻസർ ഇവിടെ ഉണ്ട്. ബോൾ എന്നും അതുപോലെ തന്നെ എന്താണ് ചായ എന്നുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ചായ പറഞ്ഞാൽ തണൽ എന്നാണ്. അപ്പൊ കിത്തനാ സുന്ദർ എത്ര മനോഹരം തണൽ എന്ന് പറയില്ലല്ലോ. മനോഹരമായ തണൽ എന്ന് പറയോ? ഇല്ല. കിത്തനാ സുന്ദർ ബോൾ മനോഹരമായ ബോൾ എന്നാണ് പറയാ അല്ലെ. കിത്തനാ സുന്ദർ ബോൾ. അപ്പം ബാക്കിയുള്ള നമുക്ക് കിട്ടി. പേടുക്കെ നീച്ചെ എന്താ? പേടുക്കെ നീച്ചെ ചായ ഹേ. ഓക്കെ. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? അങ്ങനെ അറിയാവുന്നത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് തെറ്റാതെ എഴുതാൻ പറ്റും. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. 3ാമത്തെ ആക്ടിവിറ്റി ആണ്. 3ാമത്തെ ആക്ടിവിറ്റി, 2ാമത്തെ ആക്ടിവിറ്റി ഇവിടെ ചെയ്തത് കാണിക്കാം. 2ാമത്തെ ആക്ടിവിറ്റിയിൽ 1ാമത്തെ ആൻസർ ചായ, നാച്ച് ദിഖാന, വർഷായി, പപ്പീഹ, ബോൾ. ഓക്കെ. എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ എഴുതിയതൊന്ന് കാണിച്ചതാണ്. ഇനി അടുത്തത് നോക്കാം. 3ാമത്തെ ആക്ടിവിറ്റി കവിത വായിച്ചിട്ട് ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വർഷായി ധർത്തി കി സബ് പ്യാസ് ബുझായി പ്യാസ് ശ്യാം ഗഡായെ ഗുമഡ് രഹി ഹെ നദി നാലിയ ഉമഡ് രഹി ഹെ ബരെ ഹുയേ ഹെ താളത്തലിയ. നിങ്ങൾ പഠിച്ചതാണിത് അല്ലേ. അപ്പൊ അതിൽ എന്താണ് ചോദ്യം വന്നിരിക്കുന്നത് നോക്കാം. കവിതാക്ക് ഉചിത് ശീർഷക് ദേ. ആദ്യം തന്നെ എന്താണ് കവിതയ്ക്ക് ഒരു തലക്കെട്ട് നൽകണം. കവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് നിങ്ങളോട് ആദ്യം തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ.
അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കൊടുക്കാൻ തോന്നുന്ന ഒരു പേര്, നിങ്ങൾക്ക് യോജിക്കുന്ന, നിങ്ങൾക്ക് മനസ്സിലേക്ക് ഇത് കൊടുക്കാമെന്ന് തോന്നുന്ന ഒരു പേര് എടുത്തിട്ട് കൊടുക്കുക. ധർത്തി കൊടുക്കുക, പ്യാസ് ബുജായി കൊടുക്കുക, പിന്നെന്താ നദി നാലിയം കൊടുക്കാം, അല്ലേ, താള് തലയ്യ കൊടുക്കാം, വർഷ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇവിടെ ഇതില് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഇഷ്ടം തോന്നുന്നത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കവിതയ്ക്ക് ഒരു പേര് കൊടുക്കുക. അടുത്തത് കോൻ ധർത്തിക്ക് പ്യാസ് ബുജാത്തി ഹെ, ആരാണ് ഭൂമിയുടെ ദാഹം അകറ്റുന്നത്? നദി, വർഷ, നാല, അല്ലേ, നദി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നതില്, നദി, വർഷ, നാല. അപ്പൊ നിങ്ങൾ ഈ കവിതയിലേക്ക് നോക്കുക. കോൻ ധർത്തിക്ക് പ്യാസ ബുജാത്തി, പ്യാസ ബുജാത്തി എന്നുള്ള വരിയിലേക്ക് നോക്കുക. വർഷ ആയി ധർത്തിക്ക് സബ പ്യാസ ബുജാത്തി, അല്ലേ, മഴ വന്നു ഭൂമിയുടെ സബ് പ്യാസ്, ഭൂമിയിലുള്ള എല്ലാവർക്കും, ഭൂമിയുടെയും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഒക്കെ ദാഹം അകറ്റി. അപ്പൊ ആരാണ് അകറ്റിയത്? വർഷ, അല്ലെ. അപ്പൊ നമുക്കതൊന്ന് ആൻസർ കിട്ടി. എന്താണ്? വർഷ. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, വർഷ. ഇനി താഴെ തന്നിരിക്കുന്ന മലയാളം പദത്തിന്റെ ഹിന്ദി പദം നിങ്ങളോട് ഈ കവിത നോക്കി എഴുതാനാണ് പറഞ്ഞത്. ഭൂമി എന്നതിന് എന്താണ് പറയുന്നത്? എന്താണ്? ധർത്തി, അല്ലേ. എന്താണ് ഭൂമിക്ക് പറയാ? ധർത്തി. ഭൂമി ധർത്തി. പിന്നീടോ മഴ, മഴയ്ക്ക് എന്താണ് പറയുന്നത്? വർഷ, അല്ലെ. വർഷ. വർഷ പറഞ്ഞ എന്താണ്? മഴ. വർഷ എഴുതരുത്, വർഷ എഴുതിയാൽ വർഷം, സാൽ, വർഷം എന്നുള്ള അർത്ഥമാണ് വരിക. വർഷ എന്നെഴുതണം. അതുകൊണ്ട് അവിടെ അങ്ങനെ വർഷ, ആ ചിഹ്നം വേണം. വർഷ, വർഷ എന്നാല് മഴ. അപ്പൊ നമ്മൾ ഭൂമി, മഴ അത് കണ്ടെത്തി. ക്യാ ക്യാ ഉമട് രഹി ഹേ, വർഷ ആയി, ശ്യാമ ഘട്ടായ, നദി നാലിയ. അപ്പൊ ഈ ഉമട് എന്ന് വരുന്ന വരിയിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഉമട് രഹി ഹേ എന്ന ലൈനിലേക്ക് നോക്കുക. അതാ ഉമട് രഹി ഹേ എന്ന ലൈൻ ഇവിടെ ഉണ്ട്. അപ്പൊ അതിലെന്താണ് ഇപ്പുറത്തുള്ളത്? നദി നാലിയ, അല്ലേ. അപ്പുറത്ത് നദി നാലിയ എന്നാണ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? നദി നാലിയ എന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ എൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഇനി അത് എഴുതിയതൊന്ന് നമുക്ക് നോക്കാം. പ്യാസ്, ഞാനിവിടെ കവിതയ്ക്ക് കൊടുത്ത പേര് പ്യാസ് എന്നാണ് കേട്ടോ. കവിതയ്ക്ക് പേര് കൊടുക്കാൻ പറഞ്ഞു, അതിൽ ഞാൻ കൊടുത്ത പേര് പ്യാസ് എന്നാണ്. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അടുത്ത ആൻസർ വർഷ. പിന്നെ ധർത്തി, വർഷ, അത് മലയാള പദത്തിന്റെ ഹിന്ദി പദമാണ്. നദി നാലിയ, നദി നാലിയ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ശരിക്ക് നോക്കി എഴുതുക. നദി നാലിയ, അപ്പൊ കാണിച്ചു തന്നതാണല്ലോ കവിതയിൽ, നദി നാലിയ. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ആക്ടിവിറ്റി ആണ്. നാലാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ തയ്യാറാക്കാനാണ്. പോസ്റ്റർ. पेड़ लगाने की आवश्यकता व्यक्त करने वाला एक പോസ്റ്റർ തയ്യാർ കരേം. മരത്തിനെ കുറിച്ചിട്ട്, പേട് ലഗാനേക്ക് ആവശ്യകത, മരം നട്ടു വളർത്തുന്നതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പോസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. പേട് നഹീ തോ ഹം നഹീ, എന്താണ്? പേട് നഹീ തോ ഹം നഹീ. പിന്നെയോ പേട് ജീവൻ കാ ആധാർ, പേട് എന്താണ്? ജീവൻ കാ ആധാർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കുക, എന്നിട്ട് അത് നിങ്ങൾക്ക് പേടിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒരു പേടിന്റെ പിക്ചർ വരയ്ക്കുക. നിങ്ങൾ നല്ല ഉഷാറായിട്ട് വരയ്ക്കല്ലോ. അപ്പൊ അങ്ങനെ ഒരു പേടിന്റെ പിക്ചർ നിങ്ങൾ വരച്ചു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പേടിന്റെ പിക്ചർ വരച്ചിട്ട് അതിൽ എന്ത് ചെയ്യണം? പേട് നഹീ തോ ഹം നഹീ എന്ന ഈ സെന്റൻസും കൂടെ എഴുതി വെച്ചിട്ട് നല്ലൊരു ബോക്സ് ഒക്കെ വരയ്ക്കാം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരി? ഒന്ന് ശരിയാണ്, അത് ഏതാണോ അത് നോക്കിയിട്ട് എഴുതാം. ജലജീവൻ കാ ആധാർ നഹീ ഹേ, ജലം ജീവിതത്തിന്റെ അടിസ്ഥാനമല്ല. നഹീ ഹേ എന്ന് പറഞ്ഞ അല്ലാന്ന്. അപ്പൊ ഇത് ശരിയല്ല, അല്ലെ. അത് ശരിയല്ല, ഇത് തെറ്റാണ് എഴുതിയത്. ശരിയായതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ജൽ ജീവൻ കാ ആധാർ ഹേ, അല്ലെ. അത് ശരിയാണ്, അല്ലെ. ജൽ ജീവൻ കാ ആധാർ ഹേ, അത് ശരിയാണ്. ഇനി അടുത്ത തെറ്റായിട്ട് തന്നെ എന്താ നമുക്ക് നോക്കാം. ജൽ ജീവൻ കെ ലിയെ ആവശ്യകത നഹീ, ജീവിതത്തിന് ജലം ആവശ്യമില്ല എന്ന്.
ശരിയാണോ? അല്ല, അതും തെറ്റാണ്. അപ്പോ ജലജീവൻ കാ ആധാർ ഹേ, അതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്തത് നോക്കാം. പാനി അമൂല്യ നഹി എന്ന്. പാനി അമൂല്യമല്ല, അങ്ങനെയാണോ? അല്ല, പാനി അമൂല്യ ഹേ അല്ലെ, നമ്മൾ പഠിച്ചതാണ് പാനി അമൂല്യ ഹേ, ജൽ അമൂല്യ ഹേ. അപ്പൊ അമൂല്യാണത് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് തെറ്റാണ്. അപ്പൊ നമ്മള് ആക്ടിവിറ്റി 4 ആൻസർ എഴുതിയത് നോക്കാം. ആക്ടിവിറ്റി 4 ഇതാ. പേട് നദി, പേട് നഹി തോ ഹം നഹി, പേട് ജീവൻ കാ ആധാർ. ഒന്നാമത്തെ ആൻസർ. ജൽ ജീവൻ കാ ആധാർ ഹേ, പിന്നെ അമൂല്യ അല്ലെ. അത്രയാണ്, 4 ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്. ആ 4 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി അഞ്ചാമത്തത് പൂരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്, ചോയ്സ് ഉണ്ട്, അതിന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഫില്ല് ചെയ്യാം. പേട് ഹോനെ പർ, മരമുള്ളത് കൊണ്ടാണ് അവിടേക്ക് കച്ചുവ വരുന്നത്, മച്ചലി വരുന്നത്, ഗിൽഹരി വരുന്നത്. ആര് വരുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്? ആ, ഗിൽഹരി വരുന്നത് നമ്മൾ പഠിച്ചത് അല്ലേ. ഗിൽഹരി വരുന്നത്. ഗർമേം ഡേഷ് ഉഗാലോ, വീട്ടിൽ എന്ത് നട്ട് വളർത്താനാണ് പറഞ്ഞത്? പാനി, വെള്ളം നട്ട് വളർത്താനാണോ? ചിടിയ, പക്ഷി നട്ട് വളർത്താൻ പറ്റുമോ? ഇല്ല. പേട്, അതാണ് പേട്, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. പേട് ഉഗാലോ. അടുത്തത് ടെർട്ടൽ താറ് ലഗാത്തെ. ടെർ എന്ന ശബ്ദം ഉണ്ടാക്കിയത് ആരായിരുന്നു? മേണ്ടക്ക് അല്ലെ. മേണ്ടക്ക് ടെർ താള് ലഗാത്തെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അവിടേക്ക് എന്താണ് ആൻസർ? മേണ്ടക്ക്. ബോൾ മേം ഫംസ് ഗയി, എന്താണ് ബോളിൽ കുടുങ്ങിയത്? എന്താണ്? ചോഞ്ച് അല്ലെ, ചുണ്ട്. ചുണ്ട് ബോളിൽ കുടുങ്ങി, നമ്മൾ കണ്ടതാണ് ആ പാഠത്തിൽ അല്ലെ. ചുണ്ട് ബോളിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. താലാബ് മേം മേണ്ടക്ക് ഹേ, കുളത്തിൽ എന്തുണ്ട്? ആ, കുളത്തില് മേണ്ടക്കുണ്ട്. താലാബ് മേ മേണ്ടക്ക് ഹേ. അത്രയും നമ്മൾ പഠിച്ചതാണ്. വളരെ സിമ്പിൾ ആണത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം മാത്രമേ വരുള്ളൂ. ശരിക്കും നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഗിൽഹരി, പേട്, മേണ്ടക്, ചോഞ്ച്, മേണ്ടക്. ആണോ? അത്രയാണ് നമ്മളെ ആ ക്വസ്റ്റ്യന്റെ ഈ നാലാമത്തതിന്റെ ആക്ടിവിറ്റി, സോറി അഞ്ചാമത്തെയാണ്. അഞ്ചാമത്തെ ആക്ടിവിറ്റിയുടെ ആൻസർ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി ആറാമത്തെ നോക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ആറാമത്തത്. സൂചന പൂരിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. പേട്, ഇവിടെ കാക്കേക്കി, ഇത് കാരകാണ്. കാക്കേക്കി, ഡേ ഉടേ ഉള്ള ലേ. അപ്പൊ അതാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പാഠബുക്കിൽ ഉണ്ടായിരുന്നു പേടുക്ക ജാദു, നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ ഈ കാ കണ്ടോ, പേടുക്ക ജാദു. പിന്നെന്താണ്? ഗിൽഹരി എവിടെയായിരുന്നു? പേടുമേം അല്ലെങ്കിൽ പേടുപ്പർ, പേടുക്കെ, അതാണ് ആ പേടുപ്പർ ഗിൽഹരി. പേട് പിന്നെന്താണ്? എവിടെയായിരുന്നു? ബഗുള. पेड़ के ऊपर बगुला, पेड़ के. അടുത്തതോ? പത്തേ നഹീം, पेड़ पर പത്തേ നഹീം, पेड़ पर പത്തേ നഹീം. മരത്തിൽ എന്തില്ല? ആ, പത്തേ നഹീം, ഇല ഇല്ല. पेड़ होने से वे आ गई, पेड़ के होने से वे आ गई. നമ്മളിതൊക്കെ ആ ഗിൽഹരിയുടെ പാഠത്തിൽ അമ്മായി ആ കുട്ടിയോട് പറയുന്നു, മരം നട്ട് വളർത്തിയാലാണ് നിന്റെ വീട്ടിലേക്ക് കിളികളും അതുപോലെ തന്നെ അണ്ണാനൊക്കെ വരിക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതന്നെയാണ് ഇവിടെ ചോദിച്ചത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് ശരിക്കും വായിച്ചാലാണ് നിങ്ങൾക്ക് ഇതൊക്കെ എവിടെയാണ് വന്നത്, നിങ്ങളങ്ങനെ വായിച്ച് നല്ല മനപ്പാഠം പോലെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും. 5 മാർക്കാണ് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ദിവസം വരാം.
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എന്നത് ഇതിൽ നിന്നും തന്നെ പഠിച്ചിട്ട് പോവുക. സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് സ്കൂളിൽ എക്സാം എഴുതുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തോന്നണം. ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം ടീച്ചറുടെ സഹായം പോലും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് എഴുതി നല്ല മാർക്ക് വാങ്ങട്ടെ. ഓക്കെ.